Hello everyone. So I hope everyone are doing great. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ദി റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ആദ്യത്തെ പാർട്ടിനകത്ത് നമുക്ക് ഫ്രെഡറിക് സൊറിയോയുടെ വിഷൻ ഓഫ് ദ വേൾഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ദി ഐഡിയ ഓഫ് ദ നേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്തൊക്കെ മെഷേഴ്സ് ആണ് ഫ്രഞ്ച് റെവല്യൂഷണറീസ് എടുത്തിരുന്നത് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് കളക്റ്റീവ് ഐഡന്റിറ്റി. അതേപോലെ തന്നെ നമ്മൾ നെപ്പോളിയനിക് കോഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ കുറച്ച് ബാക്ക്ഡ്രോപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് നാഷണലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ദെൻ അരിസ്റ്റോക്രസി എന്താ, അതേപോലെ തന്നെ ലിബറലിസം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ആ ലിബറലിസത്തിന്റെ ഡിഫറെന്റ് സ്പിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് കസ്റ്റംസ് യൂണിയൻ എന്നുള്ളൊരു പാർട്ടിൽ നിന്ന്, അല്ലെങ്കിൽ സോൾവറീൻ എന്നും കൂടി ഇതിനെ പറയാം. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ഒരു തേർഡ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കൺസർവേറ്റിസം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാർട്ട്, വളരെ കുഞ്ഞു പാർട്ടാണ് നമ്മൾ ഈ ഒരു തേർഡ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ അടുത്ത പാർട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതേപോലെ നാഷണലിസം, പോളണ്ട്, അതേപോലെ പോളണ്ടിന്റെ പാർട്ട്, അതേപോലെ തന്നെ ഹങ്കർ, ഹാർഡ്ഷിപ്പ്, പോപ്പുലർ റിവോൾട്ട്, ദെൻ റിവല്യൂഷൻ ഓഫ് ദി ലിബറൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് വളരെ ഷോർട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഒട്ടും വൈകാണ്ട് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. കസ്റ്റംസ് യൂണിയൻ ആൻഡ് ദി സോൾവറീൻ. ഓക്കെ, സോ കസ്റ്റംസ് യൂണിയൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സോൾവറീൻ. അപ്പൊ എന്നാണ് ഇത് ഫോം ചെയ്തത്? 1834. ഇയേഴ്സ് എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1834 കസ്റ്റംസ് യൂണിയൻ ഓർ സോൾവറീൻ വാസ് ഫോംഡ് അറ്റ് ദി ഇനിഷ്യേറ്റീവ് ഓഫ് പ്രഷ്യ ആൻഡ് ജോയിൻഡ് ബൈ മോസ്റ്റ് ഓഫ് ദി ജർമ്മൻ സ്റ്റേറ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷ്യയുടെ ഇനീഷ്യേറ്റീവോട് കൂടിയിട്ടാണ് കസ്റ്റംസ് യൂണിയന് തുടക്കം കുറിച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ജർമ്മൻ സ്റ്റേറ്റ്സ് എല്ലാം, മെജോറിറ്റി വരുന്ന ജർമ്മൻ സ്റ്റേറ്റ്സ് എല്ലാം ഈ ഒരു കസ്റ്റംസ് യൂണിയനിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ കസ്റ്റംസ് യൂണിയൻ ചെയ്ത മെയിൻ കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്നാമത്തത് അബോളിഷ് ടാരിഫ് ബാരിയേഴ്സ്, ടാരിഫിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻസും ബാരിയേഴ്സും അബോളിഷ് ചെയ്ത് കൊടുത്തു. രണ്ടാമത്തത് റെഡ്യൂസ്ഡ് ദ നമ്പർ ഓഫ് കറൻസീസ് ഫ്രം ഓവർ 30 to 2. 30-ലധികം കറൻസീസ് ഉണ്ടായിരുന്നു, അതെന്താക്കി മാറ്റി? രണ്ടാക്കി മാറ്റി. ഓക്കെ, സോ ദ കസ്റ്റംസ് യൂണിയൻ അബോളിഷ്ഡ് ദ ടാരിഫ് ബാരിയേഴ്സ് ആൻഡ് റെഡ്യൂസ്ഡ് ദ നമ്പർ ഓഫ് കറൻസീസ് ഫ്രം ഓവർ 30 to 2. അതായത് 30-ലധികം കറൻസീസ് ഉണ്ടായിരുന്നു, നമ്പർ ഓഫ് കറൻസീസിന്റെ എണ്ണം എന്ന് പറയുന്നത് അത് മാറ്റി രണ്ടാക്കി കുറച്ചു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് കസ്റ്റംസ് യൂണിയൻ ചെയ്തത്. 1834 പ്രഷ്യയുടെ ഇനീഷ്യേറ്റീവിലാണ് ഇത് തുടങ്ങിയത്. ഇതിനകത്തേക്ക് മെജോറിറ്റി വരുന്ന ജർമ്മൻ സ്റ്റേറ്റ്സ് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് വൈ വാസ് നാഷണൽ എക്കണോമി നീഡഡ്. നമുക്ക് എന്തിനാണ് ഒരു നാഷണൽ എക്കണോമി, എന്താണ് ഇതിന്റെ ആവശ്യകത? ക്വസ്റ്റ്യൻ തന്നെയാണ്. In the first half of the 19th century, German speaking areas were turned into a confederation of 39 states under Napoleon. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ സ്പീക്കിംഗ് ഏരിയാസ് എല്ലാം, ജർമ്മനി സംസാരിക്കുന്ന ഏരിയാസ് എല്ലാം എന്താണ്? that were turned into a confederation of 39 states. നെപ്പോളിയന്റെ കീഴിൽ 39 states ആയിട്ടാണ് അത് നിലകൊണ്ടിരുന്നത്. However, each of these states had their own currency and weights and measures. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിനകത്ത് ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ഓൺ കറൻസിയും വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം എന്നുണ്ടെങ്കിലോ, നമുക്ക് വല്ല ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിലോ വല്ല എക്സ്ചേഞ്ച് നടത്തണമെങ്കിലോ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ഡിഫറെന്റ് കറൻസീസ് വിത്തിൻ എ സിംഗിൾ സ്റ്റേറ്റ് അല്ലേ. ഒരു സിംഗിൾ സ്റ്റേറ്റിനകത്ത് ഡിഫറെന്റ് കറൻസിയും, സോ ഐ എം റിയലി സോറി, നോട്ട് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്, ഒരു സിംഗിൾ നേഷനകത്ത് ഡിഫറെന്റ് കറൻസീസും ഡിഫറെന്റ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം അങ്ങനെയായിരുന്നു. ഇവിടെ യൂറോപ്പിൽ ഉണ്ടായിരുന്ന സിസ്റ്റം അങ്ങനെയായിരുന്നു. ഓരോ ഏരിയാസും, ഓക്കെ, ജർമ്മൻ സ്പീക്കിംഗ് ഏരിയാസ് എല്ലാം എന്താണ്? ഒരു കോൺഫെഡറേഷൻ ഓഫ് 39 സ്റ്റേറ്റ്സ് ആയിട്ടാണ് നിലകൊണ്ടിരുന്നത് നെപ്പോളിയന്റെ കീഴിൽ. അപ്പൊ ഈ ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള കറൻസി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഉണ്ടായിരുന്നു. ബിസിനസ് വാസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു കണ്ടക്ട് അണ്ടർ ദീസ് കണ്ടീഷൻസ് ആൻഡ് ദസ് യൂണിഫൈഡ് എക്കണോമിക് ടെറിട്ടറി വാസ് ഡിമാൻഡഡ്. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഓരോ സ്റ്റേറ്റിനും ഡിഫറെന്റ് ആയിട്ടുള്ള കറൻസിയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സും ഡിഫറെന്റ്
ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബിസിനസ് കൊണ്ടുപോകുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു യൂണിഫൈഡ് ഇക്കണോമിക് ടെറിട്ടറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിമാൻഡ് ചെയ്തത്. സോ അണ്ടർ നെപ്പോളിയൻ ദ ഫ്രഞ്ച് ആർമി സ്റ്റാർട്ടഡ് ക്യാരിയിങ് ദി ഐഡിയാസ് ഓഫ് നാഷണലിസം ടു അതർ പാർട്സ് ഓഫ് യൂറോപ്പ്. അങ്ങനെ ഫ്രഞ്ച് ആർമി ശരിക്കും പറഞ്ഞാൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, പക്ഷെ നെപ്പോളിയൻ എന്ത് ചെയ്യപ്പെട്ടു? ഡിഫീറ്റ് ചെയ്യപ്പെട്ടു ഇൻ ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ ഇൻ 1815. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1815 ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്ന് പറയുന്ന ഒരു ബാറ്റിൽ നെപ്പോളിയൻ തകർച്ചയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു. ശരിക്കും അദ്ദേഹം തകർന്നു, തോറ്റുപോയി. സോ ആഫ്റ്റർ ദി ഡിഫീറ്റ് ഓഫ് നെപ്പോളിയൻ ദി വിക്ടോറിയസ് പവേഴ്സ് യൂറോപ്യൻ പവേഴ്സ് മെറ്റ് അറ്റ് ദി കോൺഗ്രസ് ഓഫ് വിയന്ന ഇൻ 1815. അപ്പം നെപ്പോളിയന്റെ തകർച്ചയ്ക്ക് ശേഷം ജയിച്ച രാഷ്ട്രങ്ങൾ ആരാണ്? യൂറോപ്യൻ പവേഴ്സ് ആണ് അല്ലെ. അവരെല്ലാവരും കൂടി ഈ പറയുന്ന വിയന്ന കോൺഗ്രസ്സിൽ എല്ലാവരും കോൺഗ്രസ് ഓഫ് വിയന്നയിൽ ഒത്തുകൂടി. ആ ഒത്തുകൂടിയ വർഷം, അപ്പോൾ രണ്ടും സെയിം ഇയർ തന്നെയാണ്. സോ നെപ്പോളിയൻ പരാജയപ്പെട്ടതും 1815 ബാറ്റിൽ ഓഫ് വാട്ടർലൂലാണ്. ദ സെയിം ഇയർ തന്നെ യൂറോപ്യൻ പവേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നു. എവിടെ വെച്ചിട്ട്? കോൺഗ്രസ് ഓഫ് വിയന്നയിൽ വെച്ചിട്ട് 1815 തന്നെ. സോ അവരുടെ മെയിൻ ഇന്റൻഷൻ എന്തായിരുന്നു? വാസ് ടു റീസ്റ്റോർ ദ മൊണാർക്കീസ് ദാറ്റ് ഹാഡ് ബീൻ ഓവർത്രോൺ ബൈ നെപ്പോളിയൻ. നെപ്പോളിയൻ എടുത്തു കളഞ്ഞ മൊണാർക്കി, രാജഭരണം തിരിച്ചു കൊണ്ടുവരണം, റീസ്റ്റോർ ചെയ്യണം എന്നുള്ളതായിരുന്നു മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ക്രിയേറ്റ് എ ന്യൂ കൺസർവേറ്റീവ് ഓർഡർ ഇൻ യൂറോപ്പ്. എന്നിട്ട് യൂറോപ്പിൽ ഒരു പുതിയ കൺസർവേറ്റീവ് ഓർഡർ കൊണ്ടുവരും വേണം. ഇതായിരുന്നു വിയന്ന കോൺഗ്രസ് കൂടിയതിന്റെ മെയിൻ ലക്ഷ്യം. അപ്പൊ വിയന്ന കോൺഗ്രസ് കൂടിയത് 1815. അതിലെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് മൊണാർക്കീസ് റീസ്റ്റോർ ചെയ്യണം. എവിടെ? യൂറോപ്പിൽ. അതേപോലെ തന്നെ ഒരു പുതിയ കൺസർവേറ്റീവ് ഓർഡറും എവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കണം? യൂറോപ്പിൽ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇതായിരുന്നു ലക്ഷ്യം. ഓക്കെ, ഇനി സോ ഈ പറയുന്ന ഇത് ക്രിയേറ്റ് ചെയ്തതോടുകൂടി എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ശരിക്കും പറഞ്ഞാൽ നെപ്പോളിയന്റെ ആ ഒരു തോൽവിക്ക് ശേഷം എന്തൊക്കെയാണ് യൂറോപ്പിൽ നടക്കുന്നത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ ബോർബൺ ഡൈനാസ്റ്റി വാസ് റീസ്റ്റോർ ടു പവർ. ബോർബൺ ഡൈനാസ്റ്റിയെ ശരിക്കും പറഞ്ഞാൽ നെപ്പോളിയൻ എടുത്ത് കളഞ്ഞിരിക്കുകയായിരുന്നു. അത് തിരിച്ച് അധികാരത്തിൽ വന്നു. ദെൻ ഫ്രാൻസ് ലോസ്റ്റ് ഓൾ ദി അനക്സ്ഡ് ടെറിട്ടറീസ്. പിടിച്ചെടുത്ത രാഷ്ട്രങ്ങളെല്ലാം ആർക്ക് നഷ്ടപ്പെട്ടു? ഫ്രാൻസിന് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതായത് ഫ്രാൻസ് നെപ്പോളിയന്റെ ഭരണത്തിന് കീഴിലായിരുന്ന സമയത്ത് ഒരുപാട് ജർമ്മൻ സ്റ്റേറ്റ്സും മറ്റൊക്കെ പിടിച്ചെടുത്തിരുന്നു. യൂറോപ്പിലെ കുറെ ഭാഗങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അതെല്ലാം ഫ്രാൻസിന് നഷ്ടമായി. ദ ജർമ്മൻ കോൺഫെഡറേഷൻ വാസ് ലെഫ്റ്റ് അൺടച്ച്ഡ്. പക്ഷെ ജർമ്മൻ കോൺഫെഡറേഷൻ മാത്രം തൊടാതെ അങ്ങനെ നിലനിർത്തിയിരുന്നു. ദ കിങ്ഡം ഓഫ് നെതർലാൻഡ് ഇൻക്ലൂഡിംഗ് ബെൽജിയം വാസ് സെറ്റ് അപ്പ്. ഓക്കെ, സോ ഈ പറയുന്ന ബെൽജിയം അടങ്ങുന്ന ഒരു കിങ്ഡം ഓഫ് നെതർലാൻഡ് സെറ്റപ്പ് ചെയ്തെടുത്തു. ഇനി നെപ്പോളിയൻ പരാജയപ്പെട്ട ശേഷം യൂറോപ്യൻ ഗവൺമെന്റ്സ് വർ ഡ്രൈവൻ ബൈ എ സ്പിരിറ്റ് ഓഫ് കൺസർവേറ്റിസം. അപ്പൊ നെപ്പോളിയൻ കൊണ്ടുവന്ന കോൺസെപ്റ്റുകളെല്ലാം മറികടന്നുകൊണ്ട് യൂറോപ്യൻ ഗവൺമെന്റ്സ് ഒരു പുതിയൊരു സ്പിരിറ്റ് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് നോൺ ആസ് കൺസർവേറ്റിസം. അതറിയപ്പെടുന്ന പേരാണ് കൺസർവേറ്റിസം. അപ്പൊ നെപ്പോളിയന്റെ പതനത്തിന് ശേഷം എന്തൊക്കെയാണ് യൂറോപ്പിൽ ഉണ്ടായത്? ബോർബൺ ഡൈനാസ്റ്റി വാസ് റീസ്റ്റോർഡ് ടു പവർ. ഫ്രാൻസ് ലോസ്റ്റ് ഓൾ ദി അനക്സ്ഡ് ടെറിട്ടറീസ്. ജർമ്മൻ കോൺഫെഡറേഷൻ അൺടച്ച് ചെയ്തു വെച്ചു. ദെൻ കിങ്ഡം ഓഫ് നെതർലാൻഡ് ഇൻക്ലൂഡിംഗ് ബെൽജിയം സെറ്റ് അപ്പ്. ആൻഡ് ആഫ്റ്റർ നെപ്പോളിയൻസ് ഡിഫീറ്റ് യൂറോപ്യൻ ഗവൺമെന്റ്സ് were driven by the spirit of conservatism. So let's learn about what is conservatism. അപ്പോൾ എന്താണ് conservatism? It was a political philosophy. So first point, it was a political philosophy. ഇനി ഇത് എന്തിനെയാണ് സ്ട്രെസ് ചെയ്യുന്നത്? That stressed upon the importance of tradition, established institutions and customs, and preferred gradual development to quick change. ഓക്കെ, സോ അപ്പോൾ ഇവിടെ പറയുന്നത് മൊത്തം 4 പോയിന്റ് ആണ് ഇവിടെ വരുന്നത്. ഒന്നാമത്തത് ഇതൊരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. ഇത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? സോ ട്രഡീഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തു, ഇൻസ്റ്റിറ്റ്യൂഷൻസും കസ്റ്റംസ് എല്ലാം എസ്റ്റാബ്ലിഷ് എടുത്തു. എന്നിട്ട് ഗ്രാജുവലി ഒരു ഡെവലപ്മെന്റ് ആണ് ഇവർ പ്രിഫർ ചെയ്തത് ടു ക്വിക്ക് ചേഞ്ച്. പെട്ടെന്നുള്ളൊരു മാറ്റമല്ല. ഞാനിതാ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അങ്ങനെ ഒരു സുപ്രഭാതത്തിലൊരു മാറ്റിയെടുക്കാന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് അല്ലേ. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ഗ്രാജുവലി ഒരു ഡെവലപ്മെന്റ് പോസിബിൾ ആക്കണം ടു ക്വിക്ക് ചേഞ്ച്. ക്വിക്ക് ചേഞ്ചിന് പകരമായിട്ട് ഒരു ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണ് ഞാൻ പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം മെയിൻ ആയിട്ട് 3 to 4 പോയിന്റ്സ്, കീ പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇതൊരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. ഇത് സ്ട്രെസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ട്രഡീഷൻ, എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കസ്റ്റംസ് ആൻഡ് പ്രിഫേർഡ് ഗ്രാജുവൽ ഡെവലപ്മെന്റ് ടു ക്വിക്ക് ചേഞ്ച്. ഓക്കെ, അപ്പൊ കൺസർവേറ്റിസം എന്താണെന്ന് കിട്ടി. ഇനി കൺസർവേറ്റീവ്സ് വന്നതോടുകൂടി എന്തുണ്ടായി?
അതാണ് നമ്മൾ നോക്കുന്നത്. എ ന്യൂ കൺസർവേറ്റിസം ആഫ്റ്റർ 1815. അതായത് നെപ്പോളിയൻ പരാജയപ്പെട്ടതും വിയന്ന കോൺഗ്രസ് കൂടിയതും ഒക്കെ എന്നാണ് 1815ലാണ്. അപ്പൊ 1815 യൂറോപ്യൻ ഗവൺമെന്റ്സ് were driven by a spirit of conservatism. കൺസർവേറ്റീവ്സ് എന്തിലാണ് ബിലീവ് ചെയ്തിരുന്നത്? ഈ പറയുന്ന രാജഭരണത്തിൽ, മൊണാർക്കിയില്, ചർച്ചില്, സോഷ്യൽ ഹയറാർക്കീസില്, പ്രോപ്പർട്ടി ആൻഡ് ദാറ്റ് ദ ഫാമിലി ഷുഡ് ബി പ്രിസർവ്ഡ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഈ പറയുന്ന നമ്മുടെ നെപ്പോളിയൻ ഉള്ള സമയത്ത് എടുത്തു കളഞ്ഞിരുന്നോ ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ എടുത്തു കളഞ്ഞ കോൺസെപ്റ്റുകളിലൊക്കെയാണ് ആര് വിശ്വസിച്ചിരുന്നത്? കൺസർവേറ്റീവ്സ്. സോ ദേ ബിലീവ്ഡ് ഇൻ മൊണാർക്കി, ചർച്ച്, സോഷ്യൽ ഹയറാർക്കി, പ്രോപ്പർട്ടി, ഫാമിലി, ഇതെല്ലാം പ്രിസർവ് ചെയ്യപ്പെടണം എന്നാണ് ആര് വിശ്വസിച്ചിരുന്നത്? കൺസർവേറ്റീവ്സ് വിശ്വസിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പറയുന്ന ലിബറലിസത്തിന്റെ, ഓക്കെ, ലിബറലിസത്തിന്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്? കൺസർവേറ്റിസം എന്ന് പറയുന്നത്, അല്ലെ? എ മോഡേൺ ആർമി, an efficient bureaucracy, a dynamic economy, and the abolition of feudalism and serfdom could strengthen the autocratic monarchies of Europe. അപ്പോൾ ഈ ഒരു മൊണാർക്കീസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്തെടുക്കണമെങ്കിൽ 4 കാര്യങ്ങൾ വേണമായിരുന്നു കൺസർവേറ്റീവ്സിന്. ഒന്ന്, മോഡേൺ ആയിട്ടുള്ള ഒരു ആർമി വേണം. 2, നമ്മുടെ ഉദ്യോഗസ്ഥർ, ഓക്കെ, ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഉദ്യോഗസ്ഥർ. അപ്പോൾ ഉദ്യോഗസ്ഥർ ഒരു വിങ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രസി വേണം. ദെൻ ഒരു ഡൈനാമിക് എക്കോണമി, ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ വേണം. ആൻഡ് ദി അബോളിഷൻ ഓഫ് ഫ്യൂഡലിസം ആൻഡ് സെർവ്ഡം, ഫ്യൂഡലിസത്തെയും അബോളിഷ് ചെയ്യണം, സെർവ്ഡം അടിമത്തത്തെയും അബോളിഷ് ചെയ്യണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള, ഓക്കെ, ഏകാധിപത്യ ഭരണത്തോടു കൂടിയുള്ള ഒരു രാജഭരണം നമുക്ക് യൂറോപ്പിൽ ഉറപ്പുവരുത്താം എന്നാണ് പറഞ്ഞത്. അപ്പൊ 1815 ശേഷം യൂറോപ്യൻ ഗവൺമെന്റ്സ് ഫോളോ ചെയ്തിരുന്നത് എന്താണ്? കൺസർവേറ്റീവിസം ആണ്. ദെൻ കൺസർവേറ്റീവ്സ് എന്തൊക്കെ കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നു? മൊണാർക്കിയിലും, ചർച്ചിലും, സോഷ്യൽ ഹയറാർക്കിയിലും, പ്രോപ്പർട്ടിയിലും, ഫാമിലിയിലും ഒക്കെയാണ്, അതൊക്കെ പ്രിസർവ് ചെയ്യണം എന്നാണ് കൺസർവേറ്റീവ്സ് വിശ്വസിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു ഓട്ടോക്രാറ്റിക് മൊണാർക്കി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണം? മോഡേൺ ആർമി വേണം, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്യൂറോക്രസി വേണം, ഡൈനാമിക് ആയിട്ടുള്ള എക്കണോമി വേണം, then abolition of feudalism and serfdom. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ surely they can able to strengthen the autocratic monarchies of Europe. ഓക്കെ, ഈ 2 പോയിന്റ് പഠിക്കണേ. ഇനി അതേപോലെ തന്നെ 1815 റെപ്രസെന്റേറ്റീവ്സ് ഓഫ് യൂറോപ്യൻ പവേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് 4 പേരാണ്. ബ്രിട്ടൻ, റഷ്യ, പ്രഷ്യ, ഓസ്ട്രിയ. ശരിക്കും ഒരു സിനോണിം അവിടെ വരുന്നുണ്ട്, അല്ലെ? ബ്രിട്ടനും റഷ്യയും, പ്രഷ്യയും, ഓസ്ട്രിയയാണ് എന്ത്? ഈ പറയുന്ന യൂറോപ്യൻ പവറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ. നമ്മുടെ ക്ലാസ്സിലെ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വരുമോ? ഇല്ല. സെർട്ടൈൻ നമ്പർ ഓഫ്, അതായത് ചിലപ്പോൾ ഗേൾസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ, ബോയ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ യൂറോപ്യൻ പവേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന 4 പേരുണ്ടായിരുന്നു. ബ്രിട്ടനും, റഷ്യയും, പ്രഷ്യയും, ഓസ്ട്രിയയും. സോ ഇവർ 4 പേരും കൂടി വിയന്നയിൽ ഒത്തുകൂടി. എന്തിനു വേണ്ടിയിട്ടാ? യൂറോപ്പിന് വേണ്ടിയിട്ട് ഒരു പുതിയ സെറ്റിൽമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വിയന്നയിൽ ഒത്തുകൂടി. സോ ഇതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നത്? ബോർബൺ ഡൈനാസ്റ്റി വാസ് റീസ്റ്റോർഡ് ടു പവർ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ബോർബൺ ഡൈനാസ്റ്റി ഈ പറയുന്ന വീണ്ടും അധികാരത്തിൽ വന്നു. ഫ്രാൻസ് ലോസ്റ്റ് ദ ടെറിട്ടറീസ് ഇറ്റ് ഹാസ് annexed under നെപ്പോളിയൻ. നെപ്പോളിയന്റെ കീഴിൽ ഇവർ പിടിച്ചെടുത്ത ഏതൊക്കെ യൂറോപ്യൻ പാർട്ട് ഉണ്ടോ, ടെറിട്ടറീസ് ഉണ്ടോ, അതെല്ലാം ഫ്രാൻസിന് നഷ്ടപ്പെട്ടു. Okay, so the major issue taken up by the liberal nationalists who criticized the new conservative order was the freedom of press. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിബറൽ നാഷണലിസ്റ്റ് മുന്നോട്ടെടുത്ത ഏറ്റവും വലിയ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും കൺസർവേറ്റീവ്സിനെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിരുന്നു. സോ അവർ ഏറ്റവും കൂടുതൽ വാദിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫ്രീഡം ഓഫ് ദ പ്രസ്. ഓക്കെ, നമുക്ക് എന്തിനും എന്ത് വേണം? നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം. പലയിടത്തും നമുക്ക് നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും മറ്റുമൊക്കെ എന്ത് വേണം? സ്വാതന്ത്ര്യം വേണമായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തത് എന്താണ്? സോ കൺസർവേറ്റീവ്സിന് എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വിങ് ആണ് ലിബറലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ യൂറോപ്യൻ പവേഴ്സ് ആരൊക്കെയാണെന്ന് ആലോചിക്കണം. അവർ വിയന്നയിൽ വെച്ചിട്ട് എന്തിനാ കൂടിയെന്ന് ആലോചിക്കണം. ഒരു യൂറോപ്പിന് വേണ്ടി ഒരു സെറ്റിൽമെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടിയത്, അല്ലേ? ഇനി എന്താ ഉണ്ടാവുന്നത്? ഈ റെവല്യൂഷണറീസ് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. In 1815, secret societies were formed in many European states to train the revolutionaries and spread their ideas. ഈ പറയുന്ന റെവല്യൂഷണറീസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവരുടെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് യൂറോപ്യൻ സ്റ്റേറ്റ്സ് എന്ത് ചെയ്തു? സീക്രട്ട് ആയിട്ടുള്ള സൊസൈറ്റീസ് 1815 ഫോം ചെയ്തു.
revolutionaries opposed monarchical forms and fought for liberty and freedom. അപ്പോൾ ശരിക്കും revolutionaries എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണ്? ലിബറൽസ് ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ആ ലിബറൽസ് ആരെയൊക്കെ ഒപ്പോസ് ചെയ്തു? മൊണാർക്കിക്കൽ ഫോംസിനെയും അതേപോലെ തന്നെ അവര് ലിബർട്ടിക്കും ഫ്രീഡത്തിനും വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ പോരാടിയത്. അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ലിബർട്ടി, ഫ്രീ ആക്കണം, ഫ്രീഡം ആണ് അവർക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു റെവല്യൂഷണറിയാണ്, ഇറ്റാലിയൻ റെവല്യൂഷണറിയാണ് ജുസപ്പെ മസീനി എന്ന് പറയുന്നത്. അദ്ദേഹം ജനോവയിലെ 1807 ആണ് ജനിച്ചത്. സോ ചില ടെക്സ്റ്റുകളിൽ 1805 എന്നും കാണുന്നുണ്ട്. സോ അദ്ദേഹം ജനിച്ചത് 1805 അല്ലെങ്കിൽ 1807 സോ ആസ് പെർ യുവർ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, സോ ഹു വാസ് പാർട്ട് ഓഫ് ദി കാർബണാരി സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമായിരുന്നു ഈ പറയുന്ന ജുസപ്പെ മസീനി. അദ്ദേഹം 2 അണ്ടർഗ്രൗണ്ട് സൊസൈറ്റീസ് ഫോം ചെയ്തു. ആദ്യത്തേത് യങ് ഇറ്റലി മാർസൈസിലും രണ്ടാമത്തേത് യങ് യൂറോപ്പ് ബേണിലും. സോ ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ലൈക്ക് മൈൻഡഡ് യങ് മെൻ ഫ്രം പോളണ്ട്, ഫ്രാൻസ്, ഇറ്റലി ആൻഡ് ജർമ്മൻ സ്റ്റേറ്റ്സ്. ഒരേ മനസ്സുള്ള, ഓക്കെ, ഒരു കാര്യത്തിന് ഒറ്റ മനസ്സുള്ള 4 സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു ഏതിലുണ്ടായിരുന്നത്? ഈ പറയുന്ന 2 സീക്രട്ട് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സീക്രട്ട് സൊസൈറ്റി യങ് ഇറ്റലി മാർസൈസിലും രണ്ടാമത്തത് യങ് യൂറോപ്പ് ബേണിലുമാണ് ഫോം ചെയ്തത്. സോ മസീനി ബിലീവ്ഡ് ദാറ്റ് ഇറ്റലി കുഡ് നോ ലോങ്ങർ കണ്ടിന്യൂ ബീങ് എ പാച്ച് വർക്ക് ഓഫ് എ സ്മോൾ സ്റ്റേറ്റ്സ് ആൻഡ് കിങ്ഡം. എന്നിട്ട് മസീനി വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരുപാട് നാളത്തേക്കൊന്നും ഈ പറയുന്ന സ്മോൾ സ്റ്റേറ്റ്സിന്റെയും കിങ്ഡത്തിന്റെയും ഒരു പാച്ച് വർക്ക് പോലെ ഇറ്റലി നിലനിൽക്കുന്നുണ്ടാവില്ല. അതായത് ഇപ്പം നിലനിൽക്കുന്ന പോലെ പിന്നീട് അങ്ങോട്ട് എന്താണെങ്കിലും ഇറ്റലിക്ക് നിലനിൽക്കേണ്ടി വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 1815 സീക്രട്ട് സൊസൈറ്റീസ് ഫോം ചെയ്തു. 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഫോം ചെയ്തത്. ഒന്ന്, റെവല്യൂഷണറീസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. അവർ മൊണാർക്കിക്കൽ ഫോംസിനെ ഒപ്പോസ് ചെയ്യുകയും അതേപോലെ തന്നെ അവർ പോരാടിയത് ലിബർട്ടിക്കും ഫ്രീഡത്തിനും വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇറ്റാലിയൻ റെവല്യൂഷണറിയാണ് ജുസപ്പെ മസീനി. അദ്ദേഹം 2 സീക്രട്ട് സൊസൈറ്റീസ് ഫോം ചെയ്തു. യങ് ഇറ്റലി മാർസൈസിലും യങ് യൂറോപ്പ് ബേണിലും ഫോം ചെയ്തു. ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള യങ് മെൻ ആണ്. എവിടെ നിന്നൊക്കെ ഉള്ളത്? പോളണ്ടിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ജർമ്മൻ സ്റ്റേറ്റ്സിൽ നിന്നും ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ കീ മൈൽ സ്റ്റോൺസ് അച്ചീവ്ഡ് ഡ്യൂറിങ് ദ അപ്സ്റ്റേർജ്, ഈ ഒരു പോരാട്ടത്തിനോടൊപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അച്ചീവ് ചെയ്തെടുത്ത നാഴികക്കല്ലുകൾ, മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ജൂലൈ റെവല്യൂഷൻ, ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ദെൻ റെവല്യൂഷൻ ഓഫ് ദ ലിബറൽസ്, റൊമാൻറ്റിസിസം, പോവർട്ടി ആൻഡ് പോപ്പുലർ റിവോൾട്ട്. ഇതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന മേജർ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നവരെ സോ ഈ ഒരു ഏരിയാസ് എല്ലാം എല്ലാവരും സെറ്റ് ആക്കിയിരിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. സോ നിങ്ങളുടെ വിലയേറിയ കമൻസ് ആണ് ഈ ഒരു ചാനലിൻ്റെ പവർ എന്ന് പറയുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.